അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 മക്കൾ കൂടിയിട്ട് ഉമ്മാക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. ഒരു വലിയ മറക്കാനാവാത്ത, മറ്റുള്ളവർക്ക് മറക്കാൻ പറ്റാത്തൊരു സമ്മാനം കൊടുത്തു. ഗായ്സ്, 2 മക്കളെയും ചെറുതിലേ ഇട്ടേച്ച് ഉപ്പ പോയതാണ്. അപ്പോൾ ഉമ്മയാണ് ഇവരെ വളർത്തിയ ആളാക്കിയത്. വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു, നല്ല കോലത്തിലേക്ക് ആക്കി മാറ്റി. ഉപ്പാൻ്റെ ഒരു കുറവും ഉമ്മ വരുത്തിച്ചിട്ടില്ല. ഉമ്മ സുബഹിനിസ്കാരം കഴിഞ്ഞിട്ട് അപ്പം ചുടും. ഈ അപ്പം ചുട്ടിട്ടാണ് ഈ മക്കളെ വളർത്തിയെടുത്തത്. എന്നിട്ട് ഈ പെണ്ണ് ഡിഗ്രിക്കെത്തി, മൂത്താൾ പെണ്ണാണ്, പെണ്ണ് ഡിഗ്രിക്കെത്തി. പുറത്തുനിന്ന് ആരെയോ കണ്ട് ഇഷ്ടമായി, വളരെ സുഖമായിട്ട് ഓൻ്റെ കൂടെ പോയി കഴിഞ്ഞ് പിന്നെ പോയിട്ട് 1 വർഷമാകുന്ന ആ ഒരു സമയം കൊണ്ട് മോന് പെണ്ണിനെ കൊണ്ടുവരെ ചെയ്യുക. പക്ഷെ മോനേക്കാളും ഏജുള്ള പെണ്ണുങ്ങളെടുക്കാൻ പോയി. അപ്പം ഗൈസ്, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആ ഉമ്മാൻ്റെ ആ ഒരു കൽപ്പ് സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു. ഭയങ്കര ഏത് സമയം കണ്ണീരായിരുന്നു ഉമ്മാക്ക് മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ. എനി ടൈം ആരെ കാണുമ്പോഴൊക്കെ കരഞ്ഞിട്ടേ പറയുള്ളൂ. അപ്പം അത് മറക്കാൻ കഴിയില്ല നമുക്ക്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഓര് വീണിട്ട്, ഇതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം ആ ഉമ്മ വീണത്, മനസ്സെന്താന്ന് നമുക്കറിയില്ല. വീഴുമ്പോഴും അപ്പം കൈ പൊട്ടി, ഈ അപ്പം ചുടുന്ന കൈൻ്റെ എല്ല് പൊട്ടി. ഡോക്ടർ ഓപ്പറേഷത്തിനിട്ട ആ സമയം മക്കൾ 2 വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഉമ്മാക്ക് എന്താ ഏതാ ഒന്നും നോക്കലേ അന്വേഷിക്കലില്ല. എന്നാലും വീണ എല്ല് പൊട്ടിയാലെങ്കിലും പോയി നോക്കാമായിരുന്നു, പോയിട്ടില്ല എന്നാണ് കേട്ടത്. അങ്ങനെ ഈ ഉമ്മാക്ക് കൽബ് പൊട്ടിയിട്ടായിരിക്കും. അത്രയും ദീനിയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്യിക്കില്ല, അങ്ങനെ അത്രയും ദീനാണ്. പക്ഷേ ഉമ്മ ആത്മഹത്യ ചെയ്തു. അപ്പം ഉപ്പ മുന്നേ ഇട്ടേച്ച് പോയതാണ്. അതിൻ്റെ പേരിൽ ആളെ നോക്കലൊന്നും ഇല്ല. പക്ഷെ ആളും ഇപ്പം ഇല്ല എന്നാണ് കേട്ടത്. ആളും മരണപ്പെട്ടു എന്നാണ് കേട്ടത്. ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അസുഖത്തിലെല്ലാം ആയി മരിച്ചു എന്നാണ് കേട്ടത്. 2 ഏജായ ആൾക്കാരൊന്നുമല്ല. ഉമ്മ തീരെ ഏജ് ആയിട്ടുള്ള ഒരു ലെവലിലല്ല, മൂത്ത മോളാണ് 18 ആകുമ്പോഴത്തേക്കും പോയത്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇപ്പം നമ്മൾ കണ്ടുവരുന്ന വെച്ചാൽ കൂടുതലും എത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അതായത് സിംഗിളായിട്ട് ജീവിക്കുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും മക്കൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നില്ല. അവരവരെ പാർട്ട്ണർ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത്, എന്താ സൗന്ദര്യം കണ്ടാൽ അവിടത്തേക്ക് പോയി വീണ് കഴിഞ്ഞു. പിന്നെ ഉമ്മയില്ല, ഉപ്പയില്ല, ആരുമില്ല. അവരുടെ ഡിസിഷൻ അതാണ് എല്ലാം. അവരെടുക്കും, അതങ്ങോട്ട് പോവും. അപ്പം നമ്മൾ ചിന്തിക്കുക, സിംഗിളായിട്ട് ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം. അവർക്കൊരു കൂട്ടുണ്ടാവുന്നില്ല. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മക്കൾ കൊടുക്കുന്ന പണി വലുതാകുന്നുണ്ട്. അപ്പം അവർ വളർത്തിയെടുത്തതോ ഒന്നും അവർക്ക് ഓർമ്മയേ ഇല്ല. അവർ ഒരു പാരൻ്റ് ആവാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കഴിയുന്നതാണ്. കാരണം ചെറുതൊന്നല്ല, വലിയ പെണ്ണ് തന്നെയാണ്. അപ്പം പാരൻ്റ് ആകുമ്പോൾ ഒക്കെ മനസ്സിലായിക്കോളും എന്തിന് ഇത്രയും വലിയ പാപം ചെയ്ത് ആ ഒരു വേദന തേച്ചും കൊടുത്തിട്ട് ആ ഉമ്മനെ മരണത്തിലേക്ക് വിട്ടു എന്നുള്ളത്. റബ്ബ് എല്ലാവരെയും തൊട്ട് കാത്തോട്ടെ, റഹ്മാനായ റബ്ബേ. ഇതൊന്നും സഹിക്കാൻ കഴിയില്ല ആയിരിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.